ഫെയ്ഡിൽ നിന്ന് ക്ലാരിറ്റിയിലേക്ക് കയറി വരുമ്പോൾ നമ്മളെ വ്യക്തമായിട്ട് എടാ ഇത് ഞാനല്ലേ എന്നുള്ളൊരു സാധനം. എനിക്കാണെങ്കിൽ ഞാൻ സീൻ ഏതാണെന്നും മറന്നു, എല്ലാം മറന്നു, കംപ്ലീറ്റ് കയ്യിൽ നിന്ന് പോയി. എനിക്ക് എന്നെ ആദ്യമായിട്ട് ഇങ്ങനെ വലിയ സ്ക്രീൻ കാണിച്ചതിൻ്റെ ഒരു ആവേശം കയറി. ഞാൻ നോക്കുമ്പോൾ നല്ല രീതിയിലായി, നല്ല ഫുൾ ഫോക്കസിൽ ഞാൻ ലാലേട്ടനോട് സ്ക്രീനിൽ നിറഞ്ഞിരിക്കുക. ബേസിക്കലി ഇവരൊക്കെ ഉള്ളിലുള്ളൊരു സിനിമയുണ്ട്, സിനിമയുടെ ബ്ലഡ് ഉണ്ട് ഇവിടെ. അത് കൃത്യമാണ് കേട്ടോ. അവർ കൃത്യമായിട്ടൊരു സ്ഥലത്താണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നു പിച്ച് ചെയ്തിട്ടുണ്ട്. ഞാൻ നമ്മൾ കൂടെ ഒന്ന് കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. ആദ്യമായിട്ട് ഏറ്റവും കൂടുതൽ ട്രോളിൽ വന്നേക്കുന്നത് മോഹൻലാലിന്റെ ആ താണ്ഡവത്തിലെ ഒരു സംഭവമാണ്. അതൊരു കൈവിട്ട കളിയായി പോലും. നമ്മൾ ആദ്യമായിട്ട് സ്ക്രീനിൽ കാണും നമ്മുടെ ആവേശം. എന്നെ ആദ്യമായിട്ട് സ്ക്രീനിൽ നല്ല വ്യക്തമായിട്ട് കാണിക്കുന്നത് താണ്ഡവത്തിന്റെ ആ ഒരു സീനിലാണ്. അത് ഈ ഞാൻ പഠിച്ചത് ഇല്ലില്ല, പലതിലും അല്ല, അതിന് ശേഷമൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് പോയി അതിന് ഈ താണ്ഡവത്തിന് ശേഷമൊക്കെ വന്നിട്ടുണ്ട്, ഇല്ല എന്നല്ല. പക്ഷെ എന്നെ ആദ്യമായിട്ടൊരു സ്ക്രീൻ നിറച്ച് കാണിക്കുന്നത് ഈ താണ്ഡവത്തിൻ്റെ ഇതിലാണ്. അത് വേറൊന്നുമില്ല, അത് ഞാൻ പഠിച്ചത് ഇപ്പോൾ ലാലേട്ടൻ പഠിച്ച അതേ MG കോളേജിലാണ്. സ്വാഭാവികമായിട്ടും നമ്മൾ ഈ സിനിമ ആഗ്രഹം കൊണ്ട് നടക്കുന്ന നമുക്ക് കോളേജിലെ ക്ലാസ്സിനപ്പുറത്തേക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം സിനിമ. ട്രിവാൻഡ്രത്ത് അന്ന് ഭയങ്കരമായിട്ട് സിനിമകൾ ഷൂട്ട് ചെയ്യുന്നൊരു കാലഘട്ടം കൂടെയൊക്കെയാണ് ഈ 2000 ടൈമിലൊക്കെ. അപ്പോൾ അന്ന് ഒത്തിരി സിനിമകൾ ഇവിടെ നടക്കുന്നുണ്ട്. എസ്പെഷ്യലി ലാലേട്ടൻ്റെ പടം എന്നൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ആ എത്ര നാൾ ഷൂട്ടുണ്ടോ അത്രയും നാൾ നമ്മൾ ക്ലാസ്സിലുണ്ടാവാറില്ല. നമ്മൾ മിക്കവാറും ലൊക്കേഷനോട് ചേർന്നിട്ട് തന്നെയായിരിക്കും. ആരെങ്കിലും പോയി കാണുക, പിന്നെ ജൂനിയർ ആക്ടറായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കൂടെ ചെന്ന് നിൽക്കുക. അങ്ങനെ പോയതാണ്. അങ്ങനെ നമ്മൾ കുതിരമാളിയെ കൊട്ടാരത്തിൽ ചേർന്ന് ഷൂട്ട് ട്രിവാൻഡ്രം. അപ്പോൾ അവിടെ വെച്ച് അറിയായിരുന്നു ലാൽ സാറിൻ്റെ ചേട്ടൻ മരിച്ചിട്ട് ലാൽ സാർ വരുന്നതാണ് സീൻ എന്ന് പറഞ്ഞു. അപ്പം റിഹേഴ്സലൊക്കെ പോയി ലാൽ സാറില്ലാതെ റിഹേഴ്സൽ ചെയ്ത് ഒരു ക്യാമറ എങ്ങനെ പാൻ ചെയ്യണം നോക്കണം, ആ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നോക്കുമ്പോഴത്തേക്ക് ഇവർ പറയുന്നൊരു സംഭവം പോകുന്നുണ്ട്. അപ്പോൾ എനിക്ക് അവിടെ നിന്നിട്ട് വർക്കാവാത്തതുകൊണ്ട് ഞാൻ മാറിയിരുന്നു. 2 തവണ മാറി നിന്നപ്പോഴത്തേക്കും എൻ്റെ അസോസിയേറ്റ് മറ്റോ കണ്ടിട്ട് എൻ്റെ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യുന്നു പറഞ്ഞാൽ എന്നൊരു സ്ഥലത്ത് കൊണ്ട് നിർത്തി. അപ്പോൾ ഞാൻ എനിക്ക് കിട്ടിയ പണിഷ്മെൻറ്റ് പോലെയാണ് ഞാൻ കരുതിയത്, കറക്റ്റ് സ്ഥലത്ത് നിൽക്കാത്തണ്ടേ. അപ്പോൾ അത് കഴിഞ്ഞ് കുറേ ഷോർട്ടിൽ ലാലേട്ടൻ വരുമ്പോഴത്തേക്ക് ഈ സാധനം ചെയ്ത് വരുമ്പം കറക്റ്റ് ഇതാ റൂട്ട്, ലാലേട്ടൻ വരുന്ന റൂട്ട്. കാര്യം എൻ്റെ ഈ ആക്രാന്തം കണ്ടിട്ട് അവിടെ പിടിച്ച് നിർത്തിയെന്നാണ് തോന്നിയത്. അപ്പം അങ്ങനെ ഒന്ന് സാറ് വരുന്നു, ലാൽ സാർ വരുന്നു, വന്ന് കണ്ട് വരുന്നു പതിയെ സ്ലോ. എൻ്റെ അടുത്ത് തന്നെ വന്നിട്ട് ഇങ്ങനെ വളരെ സങ്കടത്തോടെ ഒന്ന് പോകുന്നു. പക്ഷെ അന്ന് ഈ മോണിറ്റർ പരിപാടിയോ കാര്യമൊന്നുമില്ല, നമുക്കറിയില്ല ഇത് എന്ത് കിട്ടിയെന്നും അറിയില്ല, കിട്ടിയില്ല എന്നുള്ളത് അറിയില്ല. നേരെ ചെന്ന് പോയി കണ്ട് തിയേറ്റർ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ എനിക്ക് തോന്നുന്നു ശ്രീകുമാർ തിയേറ്ററാണ്. കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ പറഞ്ഞ സീനൊക്കെ എത്തുന്നു. അപ്പോൾ നമ്മൾ ലാലേട്ടനെ കാണിക്കുന്ന സമയത്ത് തൊട്ടേ നിറച്ചും പേപ്പറും മിഠായിയൊക്കെ ആയിട്ടൊക്കെയാണ് കോളേജിൽ നിന്ന് ആഘോഷപൂർവ്വം പോകുന്നത്. അപ്പോൾ അവിടെ ചെന്ന് ഇത് കഴിഞ്ഞു കുറേ, പിന്നെ ബാക്കി ഇനിയും പോക്കറ്റിൽ കുറച്ച് ബാക്കി സാധനങ്ങളൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ നോക്കുമ്പോൾ ഈ സീനെത്തി ലാൽ സാറ് ജീപ്പിൽ വരുന്നു. അവിടെ വെളിയിൽ നിർത്തിയിട്ട് നടന്നിങ്ങനെ വളരെ സങ്കടത്തോടെ കയറി വരുന്നുണ്ട്. ഞാൻ നോക്കിയപ്പം നമ്മളിങ്ങനെ കാണിച്ചു വരുമ്പോൾ ഈ ഫെയ്ഡിൽ നിന്ന് ക്ലാരിറ്റിയിലേക്ക് കയറി വരുമ്പോൾ നമ്മളെ വ്യക്തമായിട്ട് എടാ ഇത് ഞാനല്ലേ എന്നുള്ളൊരു സാധനം. എനിക്കാണെങ്കിൽ ഞാൻ സീൻ ഏതാണെന്നും മറന്നു, എല്ലാം മറന്നു, കംപ്ലീറ്റ് കയ്യിൽ നിന്ന് പോയി. എനിക്ക് എന്നെ ആദ്യമായിട്ട് ഇങ്ങനെ വലിയ സ്ക്രീൻ കാണിച്ചതിൻ്റെ ഒരു ആവേശം കയറി. ഞാൻ നോക്കുമ്പോൾ നല്ല രീതിയിലായി, നല്ല ഫുൾ ഫോക്കസിൽ ഞാൻ ലാലേട്ടനോട് സ്ക്രീനിൽ നിറഞ്ഞിരിക്കുക. അപ്പോൾ എൻ്റെ കൺട്രോൾ ഞാൻ എന്ത് ചെയ്ത് എൻ്റെ ആ ആഹ്ലാദപ്രകടനം കാണിച്ചു. വളരെ ഉള്ളിൽ നിന്ന് വന്നൊരു സാധനമാണ്. ഈ അഗ്നിപർവ്വതം പൊട്ടുന്നത് പോലെ സൈലൻ്റായിട്ട് എല്ലാവരും കണ്ണീരൊഴുക്കി ഇരിക്കുക. കാര്യം മരണപ്പെട്ടത് ലാൽ സാറിൻ്റെ ചേട്ടൻ എന്നുള്ള ക്യാരക്ടറാണ്, നെടുമുടി വേണു സാറിൻ്റെ ക്യാരക്ടറാണ്. അപ്പം ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ട് ഞാൻ അതുപോലെ മൈൻഡാക്കിയില്ല. ഞാൻ എന്നുള്ള കാര്യം, നമ്മൾ ഇത്രയും കൊല്ലമായിട്ട് സിനിമയെന്ന് പറഞ്ഞ് നടന്നിട്ട് ആദ്യമായിട്ട് കാണിക്കുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമുണ്ടല്ലോ, അത് അങ്ങനെ സംഭവിച്ചു പോയത് തന്നെ. നല്ല രീതിയിൽ ചീത്തവിളി വന്നു. കാര്യം അവരെ ഉൾപ്പെടെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഒരുത്തർ ഇവിടെ നിന്ന് മരണ സീനിൽ ഇങ്ങനെ ഒന്ന് ആഹ്ലാദ പ്രകടനം കാണിച്ചു കഴിഞ്ഞാൽ അങ്ങനെ കയ്യിൽ നിന്ന് പോയതാണ്. പക്ഷെ അതെനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. ലാൽ സാറുമായിട്ട് ഞാൻ 12th മാൻ ചെയ്തു. പിന്നെ ഏതായിരുന്നു ഇത്, പിന്നെ തുടക്കം റിലീസാകാൻ പോകുന്ന തുടക്കമാണ്. അദ്ദേഹം അതിൽ വിസ്മയുണ്ട്, ലാൽ സാറിൻ്റെ മോളുണ്ട്, പുള്ളിക്കാരിയാണ് മെയിൻ ലീഡ്. അതുപോലെ ആൻ്റണി ചേട്ടൻ്റെ മോൻ ആശിഷ് ജോ ആൻ്റണി. നമ്മൾ ഇനിയിപ്പോൾ ഇവർക്ക് എന്ത് സിനിമ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെന്നൊക്കെ പറഞ്ഞാലും ബേസിക്കലി ഇവരൊക്കെ ഉള്ളിലുള്ളൊരു സിനിമയുണ്ട്, സിനിമയുടെ ബ്ലഡ് ഉണ്ട് ഇവിടെ. അത് കൃത്യമാണ് കേട്ടോ. അവർ കൃത്യമായിട്ടൊരു സ്ഥലത്താണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നു പിച്ച് ചെയ്തിട്ടുണ്ട്. ഞാൻ നമ്മൾ കൂടെ ഒന്ന് കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഇവരെന്ത് നന്നായിട്ട് നല്ല പെർഫോമൻസാണ്. ആദ്യത്തെ അതാ പറയുന്നത്, നല്ല ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ മായ ആയാലും
ആശിഷായാലും ഇപ്പം അവരെ പറ്റി എനിക്ക് രണ്ട് വാക്ക് പറഞ്ഞില്ലെങ്കിലും വേറെ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഞാൻ വളരെ അടുത്ത് നിന്ന് കണ്ട് ഒരാളെന്നുള്ള നിലയ്ക്ക് നല്ല ആർട്ടിസ്റ്റുകളാണ് കേട്ടോ. നമ്മൾ ഇവരെയൊന്നും എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല. ഞാനൊന്നും ഒരിക്കലും ഇവരൊക്കെ സിനിമയിൽ വരുമെന്നോ ഒന്നും ചിന്തിച്ചിട്ടില്ല. കാര്യം ഇവർക്ക് വരാനൊക്കെ ഇതിനു മുമ്പേ എത്രയോ സോഴ്സും കാര്യമൊക്കെ ഉണ്ടായിരുന്നതാണ്, പക്ഷേ വന്നിട്ടില്ല. പക്ഷെ ഇപ്പം നല്ലൊരു പരിപാടിയായിട്ട് എനിക്ക് തോന്നുന്നു ജൂഡ് സാറാണത് ഡയറക്റ്റ് ചെയ്യുന്നത്, ആശീർവാദാണ് പ്രൊഡക്ഷൻ. പക്ഷേ ലാൽ സാറുണ്ട്, ലാൽ സാർ അഭിനയിക്കുന്നുണ്ട്. അപ്പം അതിൽ എനിക്ക് ഭയങ്കര നല്ലൊരു നടിയെ നമുക്ക് കിട്ടും. നല്ല നടിയെ നല്ലൊരു നടനെ കിട്ടും. നന്നായിട്ട് രണ്ടുപേരും പെർഫോം ചെയ്തിട്ടുണ്ട്. ഞാനവരുടെ കൂടെ നല്ലൊരു വേഷം ഞാൻ ചെയ്തിട്ടുമുണ്ട് അതിൽ. അത് കോംബോ കുറേ സീൻസ് ചെയ്തതെന്ന് എനിക്ക് കിട്ടിയത് അതാണ്. നമുക്ക് ഒരു ഫോഴ്സ്ഫുള്ളി ഇവരെ കൊണ്ട് ചെയ്യിക്കുന്ന ഒരു സാധനം ഇല്ല, വളരെ നാച്ചുറൽ.